ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്നത്തെ 3ാമത്തെ ക്ലാസ്സാണ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗണിതമാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 1 മുതൽ 5 വരെയുള്ള പാഠപുസ്തകത്തിൽ നിന്ന് ചോദ്യവും കൂടാതെ മറ്റ് എക്സ്ട്രാ സിലബസും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് നമുക്ക് പതിയെ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാം. അപ്പോൾ ഗണിതത്തിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പറഞ്ഞ ടോപ്പിക്കാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ സംഖ്യകൾ നമുക്കറിയാം, പലതരം സംഖ്യകളുണ്ട് അല്ലെ. എണ്ണ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, അഭാജ്യ സംഖ്യകൾ, ഭാജ്യ സംഖ്യകൾ, ഇങ്ങനെ വിവിധ തരം സംഖ്യകൾ നമുക്കറിയാം. അപ്പോൾ ഒന്നാമതാണ് എന്താണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാ 1 2 3 4 അങ്ങനെ എണ്ണിപ്പോകുന്നതാണ് എണ്ണൽ സംഖ്യകൾ. വേറെ വിശദീകരണം വേണ്ട. രണ്ടാമത് അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് അഥവാ 0 ഉൾപ്പെടുന്ന 0 മുതൽ തുടങ്ങുന്ന സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ. 0 1 2 3 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ. ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ എണ്ണൽ സംഖ്യകൾ അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ്. പിന്നെ ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് എന്താണെന്നറിയാം, 1 3 5 7 അല്ലെ, 9 11 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ. ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2 4 6 8 ഈവൻ നമ്പേഴ്സ് അല്ലെ, 10 12 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് ഈവൻ നമ്പേഴ്സ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, സംഖ്യകളിൽ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇവിടെയാണ് നമ്മളുടെ മെയിൻ ആള് വരുന്നത്, അഭാജ്യ സംഖ്യകൾ. ഈ ഒരു പോർഷന് എപ്പോഴും ചോദ്യം വരും. ഇതിനടിസ്ഥാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ അഭാജ്യ സംഖ്യകൾ എന്താന്ന് പറഞ്ഞുതരാം. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്നും അതേ സംഖ്യയും ഘടകമായി വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. അഥവാ ഇപ്പോ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്, ഒന്നും അതേ സംഖ്യയും ഘടകമായി വരിക എന്ന് പറഞ്ഞാല്, ഘടകം എന്ന് പറഞ്ഞാല് ഫാക്ടർ എന്നാണ് അർത്ഥം. എന്താണ്? ഫാക്ടേഴ്സ് കേട്ടോ. ഫാക്ടർ എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നും അതേ സംഖ്യയും ഘടകമായി വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഞാനിവിടെ 4 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണ്. 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 4 1 അല്ലെ. എങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം? അതായത് അതിന്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ, അതായത് ഇപ്പൊ 4ന്റെ 2 × 2 പിന്നെ 4 × 1 അങ്ങനെ, അതാട്ടോ ഘടകങ്ങൾ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. അപ്പൊ 4ന്റെ ഘടകങ്ങളാണ് 2 4 1. ഇനി 5ന്റെ എടുക്കുകയാണെങ്കിൽ 5ന്റെ ഘടകങ്ങൾ ആരൊക്കെയാ? ഫാക്ടർ ആരൊക്കെയാ? 1 × 5 ചെയ്താൽ മാത്രമേ 5 കിട്ടുള്ളൂ അല്ലെ. അപ്പൊ 1 5 മാത്രമേ ഉള്ളൂ. ഇനി 6 എടുക്കുകയാണെങ്കിൽ 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 6 ഉണ്ട് ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നും കൂടി പറഞ്ഞുതരാം. 7 എടുക്കുകയാണെങ്കിൽ 1 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, 4ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 2 4 1 3 ഉണ്ട്. 6ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 6 ഉണ്ട്. ഇനി അത് ഒന്നും അല്ലാത്ത 5നെ എഴുതി നോക്കിയേ, ഒന്നും അതേ സംഖ്യയും മാത്രമേ ഉള്ളൂ. ഇവിടെ 1ഉം 7ഉം മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അത്തരം സംഖ്യകളാണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞത്. അത്തരം സംഖ്യകളാണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും അതേ സംഖ്യയും ഘടകമായി വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. അപ്പൊ ഇവിടെ 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. 2 3 5 7 11 13 17 19 23 29 31 37 41 43 47 53 59 61 67 71 73 79 83 89 97. ഇവിടെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കാണാപ്പാഠം പഠിക്കാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത്. 100 വരെയുള്ള അഭാജ്യ സംഖ്യകളാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പ വഴിയുണ്ടോ എന്ന് ചോദിച്ചാല് രണ്ടിന്റെ ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. രണ്ടൊഴികെ, 2 ഒരു ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പേഴ്സ് ഒന്നും അഭാജ്യ സംഖ്യകളല്ല. ക്ലിയർ ആണല്ലോ. ഈവൺ നമ്പേഴ്സ് ഒന്നും അഭാജ്യ സംഖ്യകൾ അല്ല. ഓക്കെ, ഇനി മറ്റൊരു എളുപ്പവഴി എന്താന്ന് വെച്ചാല് നമ്മൾ 1 2 3 4 5 സോറി ഇതിലെ
ഇവിടെ എന്താണ് 11 മുതൽ 41 വരെ 11 മുതൽ 40 വരെ അവിടെ 1ഉം 3ഉം 7ഉം 9ഉം അവസാനിക്കുന്ന സംഖ്യകളെ ഉണ്ടാവുള്ളൂ. ഇവിടെ 9 ഇല്ല, അത് വിട്ട് കളയാം. അങ്ങനത്തെ സംഖ്യകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇവിടെ നോക്കിയേ 11, 13, 17, 19. അടുത്ത് നോക്കിയേ 23, 29, പിന്നെ 31, 37. മനസ്സിലായോ? അത്തരം സംഖ്യകൾ മാത്രമേ ഇതിന്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് ഇല്ലാത്ത ഏകദേശം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ 2, 3, 5, 7 അറിയാം. 2 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവില്ല എന്നറിയാം. പിന്നെ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അത്ര തന്നെ ഉള്ളൂ. എളുപ്പവഴിയും തോന്നുന്നു. ഓക്കെ, വേറെ ഒന്നും എനിക്ക് പേഴ്സണലി അറിയില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാജ്യസംഖ്യ അല്ലാത്ത എല്ലാ സംഖ്യകളും എന്താണ്? ഭാജ്യസംഖ്യകളാണ്. ഇനി അടുത്തതാണ് സുഹൃത്ത് സംഖ്യകൾ അഥവാ അമിക്കബിൾ നമ്പേഴ്സ്. ഇതൊക്കെ നമ്മുടെ SCERT DLED ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ സുഹൃത്ത് സംഖ്യകൾ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ 220 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫാക്ടേഴ്സ് ആണ് 1, 2, 3, 4, 5, 10, 11, 20, 22, 44, 55, 110 ആൻഡ് 220. ഇവയാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് 220ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവയില് 220 ഒഴികെയുള്ള ബാക്കിയുള്ളവയുടെ തുക 284 അഥവാ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഇതിന്റെ സം എന്ന് പറയുന്നത് 284. അതുപോലെ നമ്മൾ 284 എടുക്കുക. ഈ 284 ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് 220. കണ്ടോ? അതായത് ഒരു സംഖ്യ എടുത്തു, അതിന്റെ ഘടകങ്ങളുടെ തുക 284, ആ സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ഫസ്റ്റ് എടുത്ത സംഖ്യ തന്നെയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ, ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ? അങ്ങനത്തെ സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്? സുഹൃത്ത് സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് എക്സാമിന് അങ്ങനെ ഞാൻ ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല, സുഹൃത്ത് സംഖ്യകൾ എന്നുള്ളത്. എന്നാലും ജസ്റ്റ് ഓർത്തിരിക്കുക, നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ എന്താണ് സുഹൃത്ത് സംഖ്യകൾ എന്നുള്ളത്? ഓക്കെ, ഇനി അടുത്തതാണ് സമൂഹ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ 12496 എന്ന് പറയുന്ന സംഖ്യയുണ്ട്. ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുകയാണ് 14288, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. എന്നിട്ട് ഈ സംഖ്യ എടുക്കുക. ഈ സംഖ്യയുടെ ഘടകങ്ങളില് ഈ സംഖ്യ ഒഴികെയുള്ള തുകയാണ് 15472. അതിന്റെ ഘടകങ്ങളുടെ തുകയാണ് 14536. അതിന്റെ ഘടകങ്ങളുടെ തുകയാണ് 14264. അതിന്റെ ഘടകങ്ങളുടെ തുകയാണ് 14264 ഘടകങ്ങളുടെ തുകയാണ് 12496. അതായത് ഫസ്റ്റിൽ തന്നെ എത്തി. ഇയാളിൽ തുടങ്ങിയിട്ട് അവസാനം ഇയാളിൽ തന്നെ അവസാനിക്കുന്ന സംഖ്യകളെയാണ് സമൂഹ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് കണ്ടോ, ഇവിടുത്തെ തുക അത് 14288. അങ്ങനെ 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 ഓരോന്നിന്റെ പോയി അവസാനം ഇയാളിൽ തന്നെ എത്തുന്നു. അതാണ് സമൂഹ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സമൂഹ സംഖ്യകൾ എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? അപ്പോൾ സുഹൃത്ത് സംഖ്യകളും അതുപോലെ തന്നെ സമൂഹ സംഖ്യകളും നമ്മൾ നോക്കി. ഇനി അടുത്തതാണ് ഈ അമിക്കബിൾ നമ്പേഴ്സിൻ്റെതിന് എക്സാമ്പിൾ ആയിട്ട് ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് എല്ലായിടത്തും പറയണത്. പിന്നെ അത് തന്നെയാണ് മെയിൻ ആയിട്ട് എല്ലായിടത്തും പറയുന്നത്. അപ്പൊ ജസ്റ്റ് അത് പഠിച്ചു വെക്കുക. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴും അത് തന്നെയാണ് മെയിൻ ആയിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. 220ഉം 284 എന്നുള്ളത് തന്നെയാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് അനഘസംഖ്യകൾ, പെർഫെക്റ്റ് നമ്പേഴ്സ്. ഇത് എക്സാമിന് ചോദിച്ചതാണ്, കേട്ടറ്റ് എക്സാമിന് ചോദിച്ചതാണ് ഒരു വട്ടം. 2019 18 ഏതോ ഒരു വർഷം ചോദിച്ച ഒരു ചോദ്യമാണ് അനഘസംഖ്യ എന്നുള്ളത്. അനഘസംഖ്യ എന്ന് പറഞ്ഞാല് 6 എന്നുള്ള നമ്പർ എടുക്കുകയാണ്. ഈ 6 ഒഴികെയുള്ള 6ന്റെ ഘടകങ്ങളുടെ തുക 6 തന്നെയാണ്. അതായത് 6ന്റെ ഘടകങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാ? 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 6 ഉണ്ട്. ഇതില് 3യും ഈ 6 ഒഴികെയുള്ള ബാക്കിയുള്ള നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് 3 + 2 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 6 തന്നെയാണ്. അതാണ് അനഘസംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സംഖ്യ ഒഴികെയുള്ള സംഖ്യകളുടെ തുക, ആ സംഖ്യ ഒഴികെയുള്ള സംഖ്യകളുടെ ഘടകങ്ങളുടെ തുകയാണ് എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനിയും
മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എഴുതിക്കോളൂ, ജസ്റ്റ് എഴുതിക്കോളൂ. 28. 28ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരിക? 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ 7 ഉണ്ട്, പിന്നെ 4 ഉണ്ട് അല്ലേ, പിന്നെ 14 ഉണ്ട്, പിന്നെ 28 ഉണ്ട് അല്ലേ. ഇത്രയാണ് 28ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയേ, 1, 2 + 7 + 4 + 14 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8, 8 2 20, 27, 28. 28 കിട്ടിയില്ലേ? ഇത് ഒരു അനഘ സംഖ്യയാണ്. അതുപോലെ തന്നെ മറ്റൊരു അനഘ സംഖ്യയാണ് 496, പിന്നെ 8128. ജസ്റ്റ് എഴുതി വെക്കുക. ഏതൊക്കെയാണ്? 6 ഉണ്ട്, 24 ഉണ്ട്, 496 ഉണ്ട്, 8128 ഉണ്ട്. ഇവയാണ് എന്ത്? അനഘ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് നമ്പർ 6, 24, 496, 8128. ആ സംഖ്യ ഒഴികെയുള്ള അവയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചു? അഭാജ്യ സംഖ്യകൾ പഠിച്ചു. ഒന്നും അതേ സംഖ്യയും ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. പിന്നെ നമ്മൾ സുഹൃത്ത് സംഖ്യകൾ പഠിച്ചു അല്ലെ. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക, പിന്നെ ആ തുകയുടെ ഘടകങ്ങളുടെ തുക മറ്റേത് തന്നെയായിരിക്കും. അങ്ങനെ പരസ്പരം കണക്ഷൻ. പിന്നെ സമൂഹ സംഖ്യകൾ, ഒരുപാട് സംഖ്യകൾ, തുടക്കം എവിടെയാണോ അവിടെ തന്നെയായിരിക്കും ഒടുക്കം. പിന്നെ അനഘ സംഖ്യകൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയാണ് സംഖ്യകൾ എന്ന് പറയുന്നത്, വിവിധ തരം സംഖ്യകളിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സംഖ്യകളും നിശേഷഹരണവും എന്നുള്ള പോർഷനിലോട്ട് പോകാം. സംഖ്യകളും നിശേഷഹരണവും എന്നുള്ള ഭാഗത്തോട്ട് പോകാം. അതായത് നിശേഷഹരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അതാട്ടോ നിശേഷ. അത് ശിഷ്ടമൊന്നുമില്ലാതെ അഥവാ റിമൈൻഡർ ഒന്നുമില്ലാതെ ഒരു സംഖ്യയെ പൂർണ്ണമായിട്ട് എങ്ങനെ നമുക്ക് ഹരിക്കാം എന്നുള്ളതാണ് നിശേഷഹരണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം 2 കൊണ്ട് നോക്കാം. 2 കൊണ്ട് നോക്കുമ്പോൾ ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇപ്പോൾ വലിയൊരു സംഖ്യ തരാണേ. ഇപ്പോൾ 2468 എന്ന് പറഞ്ഞ സംഖ്യ തരാണ്. ഇതൊക്കെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലോ. 3, 5, 7, 8, 6. ഓക്കെ, ഇങ്ങനത്തെ ഒരു സംഖ്യ തന്നു. ഈ സംഖ്യയെ 2 കൊണ്ട് എങ്ങനെ ഹരിക്കാം എന്നെങ്ങനെ നോക്കാം? ഒന്നുമില്ല, അവസാനം വരുന്ന അക്കം 2 അല്ലെങ്കിൽ 2 കൊണ്ടോ ഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സംഖ്യയെ മൊത്തം 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആണോ? 2 അല്ലെങ്കിൽ അവസാനത്തെ അക്കം ഇരട്ട സംഖ്യയോ ആണെങ്കിൽ ആ സംഖ്യയെ മൊത്തം 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആണല്ലോ? ഇപ്പൊ 68 എന്നുള്ള സംഖ്യ എടുക്കാണ്. 68 എന്ന സംഖ്യ 2 കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അതുപോലെ 570 0 ആണ് വന്നത്. 0 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റൂലേ? കാരണം എന്താ? ഇവിടെ ജസ്റ്റ് നോക്കിയൊക്കെ, 0 പറ്റും. കാരണം എന്താ വെച്ചാല് ഇപ്പൊ 5 2 പോവുകയാണെങ്കിൽ 2 അല്ലേ, 1 70 8 അല്ലേ, 1 5 പോവും, തീർച്ചയായിട്ടും പോവും അല്ലേ. ഇനി അതുപോലെ തന്നെ 1 1 2 സുഖമായിട്ട് നമുക്ക് അവസാനത്തക്ക 2 ആണ്. സോ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന രീതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 3ന്റെ നോക്കാം. 3ന്റെ എന്താന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക 3ഓ 3ന്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്ലിയർ ആണല്ലോ? തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക 3ഓ 3ന്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഉദാഹരണം പറഞ്ഞെങ്കിൽ 111 111 തീർച്ചയായിട്ടും 3 കൊണ്ട് ഹരിക്കാം അല്ലെ. അതേപോലെ ചെയ്തു നോക്കാം. 111 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 9, ബാക്കി റിമൈൻഡർ 2 ആണ്, 21 7 അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ അതല്ലാണ്ട് ഇങ്ങനെ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. അതല്ലാണ്ട് ഇവയുടെ തുക 3 ആണോ അല്ലെങ്കിൽ 3ന്റെ ഗുണിതമാണോ നോക്കിയാൽ മതി. അതേ മറ്റൊരു എക്സാമ്പിൾ 612. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കാം. 6 + 1 + 2 എത്രയാണ്? 6 2 8 8 1 9 ആണ്. 3 കൊണ്ട് തീർച്ചയായിട്ടും ഹരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കാം. 731 എന്ന് പറയുമ്പോൾ 7 3 10 10 1 11. 3ന്റെ ഗുണിതമാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? ഇനി ഈ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ശിഷ്ടം നോക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ചോദ്യം മനസ്സിലോട്ട് വരാം. അതായത് ഇപ്പോൾ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ
പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ശിഷ്ടം എത്രയാ, അല്ലെങ്കിൽ അതിന്റെ റിമൈൻഡർ എത്ര നോക്കാൻ പറ്റുമോ? ഇപ്പൊ 11 3ന്റെ അവസാന സംഖ്യ ഏതാ? 9 അല്ലേ? അപ്പോൾ 9 കഴിഞ്ഞാൽ 10 11 2ആയിരിക്കും അതിന്റെ റിമൈൻഡർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ അതാണ് സംഭവം. ഇനി അടുത്തത് 4 കൊണ്ട് നോക്കുകയാണെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ നോക്കുക. ഒരു സംഖ്യ തരികയാണെങ്കിൽ അതിന്റെ അവസാനത്തെ രണ്ടക്കം 0 ആണെങ്കിൽ, അവസാനത്തെ 2 അക്കം 0 അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം 4ന്റെ ഗുണിതമോ ആണെങ്കിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അവസാനത്തെ 2 അക്കം 0 അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം 4ന്റെ ഗുണിതമോ ആണെങ്കിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 58,632 എന്നുള്ള സംഖ്യ എടുക്കുകയാണ്. ഇതിൽ 32 എന്നുള്ളതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 32 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ലേ? അല്ല, 4ന്റെ ഗുണിതമല്ലേ? 8 4 32 അല്ലെ? സോ ഈ സംഖ്യ മൊത്തം 4 കൊണ്ട് നിശേഷം ഹരിക്കാം. മറ്റൊന്നാണ് 8100. ഓക്കെ, ഇവിടെ 2 0 ആണ് ലാസ്റ്റ് വന്നത്. സോ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, അപ്പോൾ അത് മറ്റൊന്നാണ് 63,812. ഇവിടെ നോക്കിയേ, 12 4ന്റെ ഗുണിതമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഓക്കെ അല്ലേ? ഇനി അടുത്ത 5 സുഖമാണല്ലോ. അവസാനത്തെ സംഖ്യ 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. പിന്നെ 6 എടുക്കുകയാണെങ്കിൽ 6ന്റെ സംഖ്യ കേസ് പറയുകയാണെങ്കിൽ 2 കൊണ്ടും 3 കൊണ്ടും, എന്താണ്? 2 കൊണ്ടും 3 കൊണ്ടും ഒരു സംഖ്യയെ ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 6 കൊണ്ടും നിശേഷം ഹരിക്കാം. ക്ലിയർ ആണല്ലോ? 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യ 6 കൊണ്ടും ഹരിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ 34,644 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, ആണല്ലോ? അവസാന സംഖ്യ 4 അത് ഓക്കെയാണ്. ഇനി 3 നോക്കട്ടെ. 3 + 4 + 6 + 4 + 4 നോക്കട്ടെ. 4 4 8, 8 4 12, 12 3 15, 15 6 21 അല്ലെ? അപ്പൊ 21 കിട്ടി. 21 3ന്റെ ഗുണിതമാണ്. സോ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പൊ 2 കൊണ്ടും 3 കൊണ്ടും ഈ സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് 6 കൊണ്ടും എന്ത് ചെയ്യാം? ഈ സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഹോംവർക്ക് ചെയ്തോളൂ. ഇപ്പോ 9 6 8 12 ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. 7 എങ്ങനെയാ നോക്കുക? തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാനത്തെ അക്കത്തിന്റെ ഇരട്ടി എടുക്കുക. തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാനത്തെ അക്കത്തിന്റെ ഇരട്ടി എടുത്ത് ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറക്കുക. മനസ്സിലായോ? പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ കൊടുത്ത് പറഞ്ഞുതരാം. ആ കുറച്ച് കിട്ടിയ സംഖ്യ 7ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാം. സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ തരാം. 2947 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അത് അവസാന സംഖ്യ ഏതാ? 7 ആണ്. 7ന്റെ ഇരട്ടി ഞാൻ എടുത്തു 14 എന്നുള്ളത്. ഈ 14നെ ഈ സംഖ്യയിൽ നിന്ന് കുറക്കാം. ഈ സംഖ്യയിൽ നിന്ന് കുറക്കാം. അപ്പോൾ 2 9 4 7 ആ സംഖ്യയിൽ നിന്ന് ആരെ കുറക്കാം? 14നെ കുറക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 9 4 7. ഇരട്ടി എടുക്കാൻ ഉപയോഗിച്ച അവസാനത്തെ അക്കം അതായത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോറി 2947 7ന്റെ ഇരട്ടി എടുത്തു 14. ഈ സംഖ്യ ഒഴിച്ചുള്ള സംഖ്യയിൽ ഈ സംഖ്യ വേണ്ട, ആ സംഖ്യ ഒഴിച്ചുള്ള ബാക്കി സംഖ്യ, അതായത് 294, ആ സംഖ്യയിൽ നിന്ന് ആരെ കുറക്കുക? 14നെ കുറക്കുക. ആ സംഖ്യയിൽ നിന്ന് 14 കുറക്കുക. അത് നമുക്ക് എത്ര കിട്ടും? 280 കിട്ടും. ഈ 280 എന്താണ്? ഈ 280 7ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കാം എന്നുള്ളതാണ്. അപ്പൊ 280 7ന്റെ ഗുണിതമാണോ? ജസ്റ്റ് നോക്കി നോക്കാം. അതായത് ഇപ്പോ 7 4 28 അല്ലേ? 7 4 28 അല്ലേ?
അപ്പോൾ സ്വാഭാവികമായിട്ട് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. സോ ഈ സംഖ്യ എന്താണ്? 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് 2947 എന്നുള്ള സംഖ്യ ഞാൻ എടുക്കുകയാണ്. ഈ സംഖ്യയിൽ അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി എടുക്കാം. അപ്പൊ 7 × 2 എന്ന് പറയുന്നത് 14 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ സംഖ്യ ഒഴിച്ചുള്ള ബാക്കി സംഖ്യ, അതായത് 294 ഞാൻ എടുക്കുകയാണ്. ആ സംഖ്യയിൽ നിന്ന് ആരെ കുറക്കുക? 14നെ കുറക്കുക. 14നെ കുറക്കുമ്പോൾ നമുക്ക് 280 എന്ന് കിട്ടും. ഈ 280 7ന്റെ ഗുണിതമാണോ എന്ന് നോക്കാം. ആണ്, സ്വാഭാവികമായിട്ട് 7ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 7 കൊണ്ട് ആ സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ? ഇതാണ് 7ന്റെ സംഭവം. ഇനി 8 എടുക്കുകയാണെങ്കിൽ അവസാനത്തെ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ 0 അല്ലെങ്കിൽ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നവയോ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതെന്താണ്? 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം 6 7 5 8 6 0 0 0 ഈ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പറ്റും. കാരണം അവസാനത്തെ 3 അക്കങ്ങൾ 0 ആണ്. ഇനി 5 4 8 8 ഈ സംഖ്യ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. കാരണം 4 8 8 ആണ്. അതിന് നമുക്ക് ഹരിക്കാൻ പറ്റും. നോക്കാം. അവസാനത്തെ 3 അക്കം 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് 8ന്റെ. ഇനി അടുത്തത് 9 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 3ന്റെ ചെയ്ത പോലെ തന്നെയാണ്. തന്നിരിക്കുന്ന സംഖ്യയുടെ തുക കണ്ടാൽ മതി. തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക 9 അല്ലെങ്കിൽ 9ന്റെ ഗുണിതമോ ആണെങ്കിൽ അതെന്താണ്? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 65,412 ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? നോക്കി നോക്കാം. അതിന്റെ തുക കണ്ടാൽ പോരെ? 6 + 5 + 4 + 1 + 2. അപ്പൊ ഇവിടെ നോക്കിയേ, 6 4 10 10 5 15 16 17 18 18 നമുക്ക് കിട്ടി. 18 9ന്റെ ഗുണിതമാണ്. സോ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി 10ന്റെ കേസ് പറയണ്ടല്ലോ. അവസാനത്തെ സംഖ്യ എന്തായാൽ മതി? 0 അല്ലെങ്കിൽ 0 ആണെങ്കിൽ അതെന്ത് തീർച്ചയായിട്ടും എന്താണ്? 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നവയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് സംഖ്യകൾ, നിശേഷം ഹരിക്കാൻ പറ്റുന്നവയും സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? സംഖ്യകൾ, വിവിധ തരം സംഖ്യകൾ നോക്കി. അതുപോലെ തന്നെ അഭാജ്യ സംഖ്യകൾ മറക്കരുത്, തീർച്ചയായിട്ടും പഠിക്കണം. അനഘസംഖ്യ പഠിക്കണം, സുഹൃത്ത് സംഖ്യ പഠിക്കണം, സമൂഹ സംഖ്യയും പഠിക്കണം. പിന്നെ നിശേഷഹരണം തീർച്ചയായിട്ടും പഠിക്കണം. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഇന്നെടുത്ത 2 ടോപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് മനസ്സിലായി, ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.